നമസ്കാരം. മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു. അധ്യായം തുടരുന്നതിന് മുൻപേ എല്ലാവരും ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അധ്യായത്തിലേക്ക് കടക്കുന്നു. അധ്യായം 17. അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയാ. ലാപ്ടോപ്പിൽ നിന്ന് ലയ മുഖമുയർത്തി. സാരിത്തുമ്പും പിടിച്ച് ചിരിയോടെ വാതിൽക്കൽ പ്രമീള നിൽപ്പുണ്ട്. അവൾ ലാപ്ടോപ്പ് അടച്ചുവെച്ചു. അരുണേട്ടൻ വന്നില്ലേ? പുതിയ വണ്ടിയുടെ രജിസ്ട്രേഷന് പോയിരിക്കുകയല്ലേ? അത് പിന്നെ എങ്ങനെ? അവന് ഫാൻസി നമ്പർ തന്നെ വേണം. ലയ വാ. പ്രമീളയ്ക്കൊപ്പം അവൾ താഴെ വന്നു. സെറ്റിയിൽ ഹൈമവതി ഇരിപ്പുണ്ട്. ലയ എതിരെയുള്ള സെറ്റിയിലിരുന്നു. പ്രമീള നിന്നതേയുള്ളൂ. ലയയുടെ ഇരിപ്പ് ഹൈമവതിക്ക് അത്ര സുഖിച്ചില്ല. നിന്റെ കയ്യിൽ എത്ര പവൻ്റെ ഗോൾഡുണ്ട്? ഹൈമവതി മയമില്ലാതെ ചോദിച്ചു. 150 പവന് പുറത്തു വരും. അത് വീട്ടിൽ വെച്ചിരിക്കുന്നത് റിസ്ക്കാ. നിനക്ക് ആഭരണങ്ങളോട് താല്പര്യമില്ലാത്തതല്ലേ? എന്നാൽ പിന്നെ ബാങ്ക് ലോക്കറിൽ ഇരിക്കട്ടെ. അതിനു മുൻപ് അതൊന്ന് അളന്നു നോക്കണം. കൊണ്ടുവച്ചിരിക്കുന്നതിന് കൃത്യമായ ഒരു കണക്ക് വേണ്ടതല്ലേ? അമ്മയുടെ 50 പവൻ കൂടി ചേർത്താണ് 150 പവൻ. അമ്മയുടെ ആഭരണങ്ങൾ വിരുന്നിനു പോകുമ്പോൾ മടക്കി കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. ഏത് ജുവല്ലറിന്നാ ഗോൾഡ് വാങ്ങിയത്? ഹൈമവതിയുടെ അടുത്ത ചോദ്യം വന്നു. മംഗല്യം ജുവല്ലറിയിൽ നിന്ന്, ലയ പറഞ്ഞു. ഹൈമവതിയുടെ ഭാവം മാറി. മംഗല്യം ജുവല്ലറിയോ? അങ്ങനൊരു കട ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. നിനക്കറിയോ പ്രമീളെ? അങ്ങനൊരു ജ്വല്ലറി ഉണ്ടമ്മേ. ചെറിയ കച്ചവടമാ അവിടെ നടക്കുന്നത്. വിവാഹ പാർട്ടിക്കാർ കുറവാ. പിന്നെ വല്ല 10 20 പവൻ വാങ്ങുന്നവരാ അധികവും. അവർ കൂടുതലും ചെയ്യുന്നത് പഴയ ഗോൾഡ് വാങ്ങുക. പ്രമീള പുച്ഛിച്ചു. സ്വർണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ പെൺകൂട്ടർക്ക്. അതിൻ്റെ മാറ്റും വിലയും ഒന്നും അവർക്ക് പ്രശ്നമല്ല. അത് പിന്നെങ്ങനെ? കൊടുത്തുവിടുകയല്ലേ. പൊന്നായാലെന്ത് ചെമ്പായാലെന്ത്? മേരി പറയാൻ ഒരു കണക്കു മതി. ഞങ്ങളാരും ഇത്തരം കടയിൽ പോയി ഗോൾഡ് എടുക്കാറില്ല. സ്വർണമെന്നു പറയുന്നത് സത്യവും പരിശുദ്ധിയുമുള്ളതാ. അങ്ങനെയുള്ള സ്വർണം വേണം ദേഹത്തണിയാനും വീട്ടിൽ സൂക്ഷിക്കാനും. ലയ മിഴിച്ചു നിന്നു. അരുണിൻ്റെ അച്ഛൻ നിന്റെ മുത്തച്ഛനെ വിളിച്ചു പറഞ്ഞതല്ലേ സ്വർണമെടുക്കുന്നത് ഞങ്ങൾ പറയുന്ന ജ്വല്ലറിന്ന് മതിയെന്ന്? എന്നിട്ടെന്താ അത് കേൾക്കാത്തത്? ലയയ്ക്കത് ഒരു പുതിയ അറിവായിരുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഹൈമവതി പരിഹസിച്ചു ചിരിച്ചു. നിങ്ങളൊന്നും അറിയുന്നില്ല. കാറിൻ്റെ കാര്യം തന്നെ ഉദാഹരണമല്ലേ. സ്വർണം എവിടെ നിന്നായാലും ഒന്നു തന്നെയല്ലേ അമ്മേ? ലയ ചോദിച്ചുപോയി. ഹൈമവതി എഴുന്നേറ്റു. മുഖം ചുവന്നു. പ്രമീള പേടിയോടെ ചൂളുന്നത് ലയ കണ്ടു. എണീക്കടി എൻ്റെ മുൻപീന്ന്! ഹൈമവതി അലറി. ലയ വേഗം എഴുന്നേറ്റു. നീ എന്നെ പഠിപ്പിക്കുന്നോ? ഞങ്ങൾ പറഞ്ഞ ഷോപ്പിൽ പോകാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോയത്? നീ എന്നെ പഠിപ്പിക്കുന്നോ? ഞങ്ങൾ പറഞ്ഞ ഷോപ്പിൽ പോകാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോയത് എന്തിനാണെന്ന് നീ നിന്റെ അച്ഛനോട് ചോദിക്ക്. അപ്പോ അറിയാം നീ ചുമന്നോണ്ട് വന്നിരിക്കുന്ന സ്വർണത്തിൻ്റെ മാഹാത്മ്യം. അത് നിനക്ക് ബോധ്യപ്പെടണമെങ്കിൽ കുറച്ച് ആഭരണങ്ങൾ വിൽക്കാൻ ഏതെങ്കിലും സ്വർണ്ണക്കടയിലേക്ക് ചെല്ലണം. അവർ ഉരച്ചു നോക്കിയിട്ട് വില താഴ്ത്തി പറയുന്നത് കേൾക്കാം. ഞങ്ങൾ പറഞ്ഞ ഷോപ്പിലെ സ്വർണം ഏതു കടയിൽ കൊണ്ടു ചെന്നാലും അന്നത്തെ മാർക്കറ്റ് വില തന്നെ തരും. കാരണം അത് തനി സ്വർണമാ, അല്ലാതെ ചെമ്പു ചേർത്തുരുക്കി ഉണ്ടാക്കിയതല്ല. ലയയ്ക്ക് അതൊക്കെ പുതിയ അറിവുകളായിരുന്നു. എല്ലാവരും വീട്ടിലേക്ക് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നാളെ വിരുന്നു കൊണ്ടാടാൻ പോണോ വേണ്ടയോ എന്ന്. പൊന്നിനും പെണ്ണിനും വേണ്ടത് പരിശുദ്ധിയാ. ഹൈമവതി അകത്തേക്ക് പോയി. ലയ പതർച്ചയോടെ പ്രമീളയെ നോക്കി. കാറിൻ്റെ കാര്യം പോലെ ആയിരിക്കില്ല ഇത്. എൻ്റെ കല്യാണത്തിനും ഇവിടെ നിന്ന് അറിയിച്ചതുപോലെ ഞങ്ങൾ സ്വർണമെടുത്തത്. നീ അമ്മയെ ചോദ്യം ചെയ്തത് കൂടുതൽ ദേഷ്യത്തിന് കാരണമായി. ഇനി സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം. നിങ്ങൾ വാങ്ങിയ കടയിൽ തന്നെ അത് വിൽക്കേണ്ടി വരും. എന്നിട്ട് അമ്മയ്ക്ക് വിശ്വാസമുള്ള ഷോപ്പിൽ നിന്ന് അത്രയും ഓർണമെൻറ്റ്സ് പർച്ചേസും ചെയ്യും. അമ്മ അത് ചെയ്തിരിക്കും. ലയ അമ്മയെ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. വേഗം പ്രമീള കിച്ചണിലേക്ക് വച്ചുപിടിച്ചു. വരാൻ പോകുന്നത് തനിക്ക് നല്ല ദിനങ്ങളല്ലെന്ന് ലയയുടെ മനസ്സു മന്ത്രിച്ചു.
പുറത്ത് കാറിന്റെ ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നുകൊടുത്തിട്ട് സുജാത സെറ്റിയിൽ ചെന്നിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ മധുചന്ദ്രൻ കയറി വന്നു. അയാളെ കണ്ടതും സുജാതയുടെ ഉടൽ വിറച്ചു. ഇന്നലെ വരെ തൻ്റെ മാത്രം പുരുഷനെന്ന് കരുതിയ മനുഷ്യൻ ആ മനസ്സിനും ശരീരത്തിനും താൻ മാത്രം അവകാശിയെന്ന് അന്ധമായി വിശ്വസിച്ചു. മധുവേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് തൻ്റെ ജന്മസുഹൃതമെന്നു കരുതിപ്പോന്നു. അസൂയയോടെയാണ് ഈ കോളനിയിലുള്ളവർ മധുചന്ദ്രനെയും സുജാതയെയും കാണുന്നത്. ലയ വിളിച്ചോ? മധുചന്ദ്രൻ ചോദിച്ചു. ഇല്ല, മുഖത്തു നോക്കാതെ അവൾ പറഞ്ഞു. മധുചന്ദ്രൻ അകത്തേക്ക് പോയി. സുജാത മെല്ലെ എഴുന്നേറ്റ് മുറിയിലേക്ക് നീങ്ങി. ഒരു മുണ്ടെടുത്തുടുത്ത് അയാൾ ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നത് കണ്ടു. അവൾ വേഗം അകത്തേക്ക് വന്നു. ടേബിളിൽ അയാളുടെ ഫോൺ ഇരിക്കുന്നത് കണ്ടു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അവൾ ഫോൺ എടുത്തു. കോണ്ടാക്ട് ലിസ്റ്റ് പരതി നോക്കിയെങ്കിലും വരദയുടെയോ സോനയുടെയോ പേര് കണ്ടില്ല. ഒരിക്കലും ആ പേരുകളിൽ അവരുടെ നമ്പർ അയാൾ സേവ് ചെയ്ത് വയ്ക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഏതെങ്കിലും പുരുഷന്മാരുടെ പേരുകളെ അതിനയാൾ ഉപയോഗിക്കൂ. കോൾ ലിസ്റ്റ് നോക്കിയപ്പോൾ കുറേ പേരുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്പറുകളിലേക്കും കോൾ പോയിട്ടുണ്ട്. അത്രയും കോളുകൾക്കിടയിൽ നിന്ന് എങ്ങനെ വരദയുടെ നമ്പർ കണ്ടെത്തുമെന്നറിയാതെ സുജാത നിന്നു. ആ ഉദ്യമം ഉപേക്ഷിച്ച് ഫോൺ വെച്ചിട്ട് സുജാത മുറിവിട്ടു. ലയയെ ഒന്ന് വിളിക്കാനോ വിശേഷങ്ങൾ അറിയാനോ ഉള്ള മാനസികാവസ്ഥ സുജാതയ്ക്കില്ലായിരുന്നു. അത്താഴ സമയത്ത് ആദ്യം വന്നത് യദുവായിരുന്നു. സുജാത പ്ലേറ്റുകൾ നിരത്തിയപ്പോൾ മധുചന്ദ്രൻ വന്നിരുന്നു. 100 പേർക്കുള്ള ഫുഡാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൽ കൂടുതലൊന്നും ആളുകൾ ഉണ്ടാവില്ല. ചപ്പാത്തി മുറിച്ചുകൊണ്ട് മധുചന്ദ്രൻ പറഞ്ഞു. കുഞ്ഞാറ്റയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. അവർ തിരക്കിലാണെന്ന് കരുതി ഞാൻ അരുണിനെ വിളിച്ചില്ല. അരുണിനെ കണ്ടതുപോലൊന്നുമല്ല. അടുക്കാൻ അവനെന്തോ മടിയുള്ളതുപോലെ. യദു കുറച്ച് നിരാശയോടെ പറഞ്ഞു. അവൻ്റെ യോഗ്യത നിനക്കില്ലെന്ന് തോന്നിക്കാണും. അവരെല്ലാം ഗവൺമെൻറ് എംപ്ലോയീസാ, നിലയും വിലയുമുള്ള ആൾക്കാർ. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വിലയും കൽപ്പിക്കുന്നു. വഴിവിട്ട ജീവിതമല്ലേടാ നിന്റേത്. വീട്ടിൽ നിന്നിറങ്ങിയാൽ മടങ്ങി വരുന്നത് 5-6 മാസങ്ങൾ കഴിഞ്ഞ്. ഇതിനിടയ്ക്ക് എവിടെ പോകുന്നു, വേറെ വല്ല അവളുമാരുമായി രഹസ്യബന്ധമുണ്ടോ എന്നൊക്കെ ആരറിയാൻ? മധുചന്ദ്രനെ കൊള്ളിച്ചുകൊണ്ട് സുജാത പറഞ്ഞു. മധുചന്ദ്രൻ ശബ്ദിച്ചില്ല. ദേ അമ്മേ, സത്യത്തിന് നിരക്കാത്തതൊന്നും പറയരുത്. ഇതുവരെ ഇല്ലാത്ത ഈ അപവാദം പറച്ചിലിന് എന്താ കാരണം? അവൻ സുജാതയെ രൂക്ഷമായി നോക്കി. കാരണമില്ലേടാ. 1.5 പവന്റെ സ്വർണവളയുമായി ഒരു പെണ്ണും മായാമോഹിനിയെപ്പോലെ ഒരു അമ്മയും എന്തുദ്ദേശത്തിലാ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വന്നത്? തീക്കാറ്റ് മുഖത്തടിച്ചതുപോലെ മധുചന്ദ്രന് തോന്നി. വീണ്ടും സുജാത ആ വിഷയം എടുത്തിടുകയാണ്. മൗനമാണ് ഭൂഷണമെന്ന് കരുതി അയാൾ ഭക്ഷണം കഴിച്ചു. അമ്മേ! യദുവിനെ പറയാൻ സുജാത അനുവദിച്ചില്ല. നിന്റെ ആ പതിവ് പല്ലവി വേണ്ട. ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. 1.5 പവൻ എന്തു തുക വേണ്ടിവരും? 50,000-ന് പുറത്തു വരും. ഏതോ ഒരു സ്ത്രീയും മോളും നിന്റെ അനിയത്തിക്ക് എന്തിനാടാ അത്രയും വലിയ സമ്മാനം കൊടുക്കുന്നത്? അതുമാത്രമോ? ഡ്രസ്സിംഗ് റൂമിൽ ഇടിച്ചു കയറി വന്ന് ലയയെ അണിയിച്ചൊരുക്കൽ, നിന്നെയും മോളെയും പേരെടുത്ത് വിളിക്കൽ. അവിടം കൊണ്ടും തീർന്നില്ല. ബന്ധുക്കൾ നിൽക്കേണ്ട കതിർമണ്ഡപത്തിൽ മകളെയും പിടിച്ചു കയറ്റി അധികാരത്തോടെയും ഏതോ അവകാശത്തോടെയുമുള്ള നിൽപ്പും. അവർ കാരണം ഗായത്രിക്കും ഗീതേച്ചിക്കും പിന്നെ നിൽക്കേണ്ടി വന്നു. ആളുകളൊക്കെ അന്തം വിട്ടു നോക്കുക, ഈ രംഭയും മോളും ഏതാന്ന്. എത്ര കാലം ഇത് ഒളിച്ചു വയ്ക്കാൻ പറ്റും? ദൈവം എന്നൊന്നുണ്ട്. സുജാത പറഞ്ഞ അരിശം തീർക്കുകയായിരുന്നു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് മുഖത്ത് വരുത്തി മധുചന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. വരദയും മോളും ആരാണെന്ന് സുജാത മനസ്സിലാക്കിയാൽ ഉള്ളിൽ അഗ്നി എരിഞ്ഞുകൊണ്ടിരുന്നു. വരദയുടെ വരവോടെ ആപത്തു മനസ്സിലാക്കി ഫോണിൽ സേവ് ചെയ്ത പേര് പോലും മാറ്റിക്കളഞ്ഞു. ഞാൻ എന്തു പറഞ്ഞാ അമ്മയെ വിശ്വസിപ്പിക്കേണ്ടത്? അച്ഛാ! യദു നിസ്സഹായനായി മധുചന്ദ്രനെ നോക്കി. നിന്റെ അമ്മ പറയുന്നതിൽ എന്താടാ തെറ്റ്? അവൾ ആരാണെന്ന് ഞങ്ങൾക്കറിയണ്ടേ? നിന്നോടൊരു കണക്ഷനുമില്ലാതെ വിലപിടിച്ച ഗിഫ്റ്റ് തരുമോടാ? മധുചന്ദ്രൻ ചോദിച്ചു. സുജാതയുടെ സിരകളിലേക്ക് രക്തമിരച്ചു കയറി. വെപ്പാട്ടിയിലുണ്ടായ മകളെ മകന്റെ കാമുകിയായി സ്ഥാപിക്കുന്ന അച്ഛൻ ഇയാളൊരു മനുഷ്യജീവിയാണോ?
മുന്നിലിരിക്കുന്ന കറിപ്പാത്രം എടുത്ത് അയാളുടെ മുഖത്തെറിയാൻ സുജാതയുടെ കൈ ധരിച്ചു. ആ കൈ അവൾ ചുരുട്ടിപ്പിടിച്ചു. എന്റെ ദൈവമേ, ഇതെന്തു പരീക്ഷണമാ! ഇടത് കൈകൊണ്ട് യദു നെറ്റിയിൽ തല്ലി. പരീക്ഷണം നിനക്കല്ല, എനിക്കാ വന്നിരിക്കുന്നത്, സുജാത പിറുപിറുത്തു. ഇനി ആ പെണ്ണുമായി ഞാൻ പ്രേമത്തിലാണെങ്കിൽ എന്തിനു നിങ്ങളെ മറയ്ക്കണം? നിങ്ങളോട് അതങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് നടക്കേണ്ടതല്ലേ? എന്തിനു ഞാനത് രഹസ്യമാക്കി വെക്കണം? അമ്മ എന്താ അത് മനസ്സിലാക്കാത്തത്? അതുതന്നെയാ എനിക്കും മനസ്സിലാവാത്തത്. ഒന്നും അറിയാത്തതായി ഭാവിക്കുന്നു. ചിലതൊന്നും ആർക്കും അംഗീകരിച്ചു തരാൻ പറ്റില്ല മോനെ. മൂടിവെച്ച ഏതു കാലത്തും ആരും അറിയില്ലെന്ന് കരുതിയോ? അങ്ങനെ ആരും കരുതണ്ട. യദു ദേഷ്യത്തോടെ പ്ലേറ്റ് നീക്കിവെച്ചു. നാളെ കഴിഞ്ഞു പോകാനിരുന്നതാ ഞാൻ. അതിനിടയിലാ അമ്മയുടെ ചീപ്പ് സംസാരം. നിനക്കിത് ചീപ്പായി തോന്നും, പക്ഷേ ആ അമ്മയും മോളെയും മറന്നുകളയാൻ എനിക്ക് കഴിയില്ലടാ. എന്താ അവളുടെ പേര്? ഭരത. പുരുഷന്റെ ചോര ഊറ്റിക്കുടിക്കുന്ന യക്ഷിയാ അവൾ. കണ്ടാൽ തന്നെ അറിയാം. അവരുടെ വലയിൽ നീ ചെന്നുപെട്ടാൽ നിന്റെ മുഴുവൻ സമ്പാദ്യവും അവൾ കൊണ്ടുപോകും. കടം വാങ്ങാൻ ആളുകളോട് ഇരക്കേണ്ടി വരും. മധുചന്ദ്രന്റെ ഉള്ളു കിടുകിടുത്തു. ഊക്കോടെ കസേര പിന്നിലേക്ക് തള്ളിമാറ്റി യദു ചാടി എഴുന്നേറ്റു. ഛേ, പകതിരിവില്ലാതെ മകനോട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? ആ സ്ത്രീകളുമായി എനിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് വരെ പറഞ്ഞു സമർത്ഥിച്ചു. എന്താടാ, നിനക്കൊരു മുഖംമൂടി ചേരില്ലേ? സുജാത കിതച്ചു. മധുചന്ദ്രൻ ശ്വാസമെടുക്കാൻ പോലും മറന്നിരുന്നു. ഒന്നും അറിയാതെയാണ് അവൻ പറയുന്നതെങ്കിലും കൊള്ളുന്നത് തൻ്റെ നെഞ്ചിലാണ്. യദു കുറച്ചു നേരത്തേക്ക് സുജാതയെ തറപ്പിച്ചു നോക്കി നിന്നു. കുനിഞ്ഞിരിക്കുകയായിരുന്നു സുജാത. അമ്മയ്ക്കെന്താ പറ്റിയത്? എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. സുജാതയുടെ ഉള്ളിൽ നിന്ന് കരച്ചിൽ പുറത്തേക്ക് കുതിച്ചു വന്നു. ഖണ്ഡത്തിൽ വെച്ച് അത് അവൾ അടക്കി പിടിച്ചു. വാ തുറന്നാൽ കരഞ്ഞു പോകുമെന്നവൾക്കറിയാമായിരുന്നു. എൻ്റെ നിരപരാധിത്വം എനിക്ക് പ്രൂവ് ചെയ്യണം. അവൾ എവിടെയുണ്ടെങ്കിലും അവളെ കണ്ടുപിടിച്ച് അമ്മയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. അവൻ വെല്ലുവിളിയോടെ വാഷ്ബേസിനടുത്തേക്ക് പോയി. സുജാത കുനിഞ്ഞിരുന്നതേയുള്ളൂ. കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് മധുചന്ദ്രന് തോന്നി. സ്വന്തം ഏട്ടനാണെന്ന ധൈര്യത്തിലാണ് സോന അവനുമായി ചാറ്റ് ചെയ്യുന്നത്. അവനോട് ഫോണിലും സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവൾ തന്നെ പറഞ്ഞത്. എത്രയും വേഗം അവൻ ഇവിടെ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. കൈ കഴുകിയിട്ട് യദു മുകളിലേക്ക് പോയി. ടേബിളിലിരുന്ന സുജാതയുടെ കൈത്തണ്ടയിൽ മധുചന്ദ്രൻ കൈവച്ചു. തീ സ്പർശം ഉണ്ടായതുപോലെ അവൾ കൈ വലിച്ചെടുത്തു. അയാളെ നോക്കാൻ അവൾ അറച്ചു. താനൊന്ന് റിലാക്സ്ഡ് ആവ്. അവൻ പറഞ്ഞത് സത്യമായിരിക്കും. അവൻ അവരെ അറിയില്ലായിരിക്കും. സുജാത പെട്ടെന്ന് മുഖമുയർത്തി. നിറഞ്ഞ കണ്ണുകളിലെ കൃഷ്ണമണികൾ തീക്കനലുകൾ പോലെ ജ്വലിച്ചു. എങ്കിൽ അവൾ ആര്? ക്ഷണിക്കാതെ കടന്നുവന്ന ആ സ്ത്രീയും മകളും ആരാണെന്ന് നിങ്ങൾ പറ. അവൻ അറിയില്ലെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾക്കറിയോ? മധുചന്ദ്രൻ നടുങ്ങിപ്പോയി. അറിയോ അവർ ആരാണെന്ന്? അയാളുടെ നെഞ്ചിൽ ശരം പോലെ ആ ചോദ്യം തറച്ചു. അത് പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? അയാൾ ഉരുണ്ടു കളിച്ചു. മാത്രമല്ല, ഞാൻ അവരെ കണ്ടതുകൂടിയില്ല. നിങ്ങളൊക്കെ പറയുന്ന അറിവേ എനിക്കുള്ളൂ. കള്ളം പറയുന്നോ? മധുചന്ദ്രൻ ശക്തിയായി ഞെട്ടി. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ആ സ്ത്രീയെയും മകളെയും ഞാൻ പരിചയപ്പെടുത്തി തന്നല്ലോ. സുജാത വിടാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ സുജാതെ, ആ തിരക്കിനിടയിൽ ആരെ ഓർത്തു വയ്ക്കാനാ? എനിക്ക് ഓർമ്മയില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു പോയാൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി സുജാത എഴുന്നേറ്റു. അവൾ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോകുന്നത് ആപൽ ശങ്കയോടെ മധുചന്ദ്രൻ നോക്കിയിരുന്നു. അവൾ അവനെ വിടാൻ ഭാവമില്ല. ഒരു വിവാഹ സമ്മാനമായി കാണാവുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ കാര്യങ്ങൾ വഷളാക്കിയത് ഭരതയുടെ പെരുമാറ്റമാണ്. സോന അവൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തോന്നിയത് മഹാഭാഗ്യമായി. തൻ്റെ സഹപ്രവർത്തക എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ മൊഴിമുട്ടി നിൽക്കേണ്ടി വന്നേനെ. ഒരുപാട് സഹപ്രവർത്തകർ കല്യാണത്തിന് വന്നിരുന്നു. പക്ഷേ ഇതുപോലൊരു കടന്നുകയറ്റം ആരും നടത്തിയില്ല. മായാമോഹിനി എന്ന സുജാതയുടെ പ്രയോഗത്തിൽ തന്നെ എല്ലാമുണ്ട്. അയാൾ എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി. നിൽപ്പുറയ്ക്കാതെ സുജാതയ്ക്ക് പിന്നാലെ അയാൾ മുകളിലേക്ക് ചെന്നു. യദുവിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അകത്തു പ്രവേശിക്കാതെ അയാൾ അവിടെ നിന്നു.
അവൾ അയച്ച മെസ്സേജൊക്കെ അമ്മ വായിച്ചതല്ലേ? ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇനി പറ, എനിക്കവളെ അറിയില്ലമ്മേ. യദുവിൻ്റെ വാക്കുകൾ കേട്ടു. അവൾ ഓൺലൈനിലുണ്ടല്ലോ, പച്ചലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ട്. അവളുടെ വീട് എവിടെയാണെന്ന് നീ ചോദിക്ക്, സുജാത പറഞ്ഞു. മധുചന്ദ്രൻ വേവോടെ വാതിൽക്കൽ വന്നു നിന്നു. രണ്ടുപേരും അയാൾക്ക് പുറംതിരിഞ്ഞിരുന്നതിനാൽ അയാളെ കണ്ടില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും കള്ളക്കളിയുണ്ടേൽ അവൾ ഈ ചോദ്യം എന്തിനാണെന്ന് ഇപ്പോൾ തിരിച്ചു ചോദിക്കും. അവൾ ടൈപ്പ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് സുജാതയിരുന്നു. റിപ്ലൈ വന്നു. എന്നെ യദുവേട്ടൻ കുഞ്ഞാറ്റയെ പോലെ കണ്ടാ മതി. അതിൽ കൂടുതൽ എന്തറിയാനാ? യദു അത് വായിച്ചു കേൾപ്പിച്ചു. സുജാതയുടെ മനസ്സ് ഇളകിയാർന്നു. മകളെ വെച്ച് വരദ തൻ്റെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തിലാണ്. അതിന് യദുവിനെ ഉന്നം വച്ചിരിക്കുന്നു. അവളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള വഴിയുണ്ടോയെന്ന് നോക്ക്. നിനക്കവളെ കാണാനുള്ള ആഗ്രഹവും പറ. നീ അവൾക്ക് ഏട്ടനെന്നല്ലേ പറച്ചിൽ, പിന്നെന്തിനു ഒളിച്ചിരിക്കണം? സുജാത തിടുക്കപ്പെട്ടു. മധുചന്ദ്രൻ അവിടെ നിന്ന് ധൃതിയിൽ താഴേക്ക് വന്നു. സിറ്റൗട്ടിൽ ചെന്നിട്ട് അയാൾ വരദയുടെ നമ്പറിലേക്ക് വിളിച്ചു. റിംഗ് ചെയ്ത ഉടൻ വരദയുടെ സ്വരമെത്തി. ഓ, ഞാൻ കരുതി എന്നെയും മോളെയും മറന്നു കാണുമെന്ന്. പരിഭവത്തോടെയുള്ള വരദയുടെ സ്വരം കേട്ടു. നിന്റെ മോള് ഇപ്പോൾ യദുവിനോട് ചാറ്റ് ചെയ്യുകയാണ്. അവൻ്റെ അടുത്ത് സുജാതയും ഇരിപ്പുണ്ട്. 1.5 പവൻ്റെ വളയുമായി നീയും മോളും അവിടെ വന്നു നടത്തിയ ഷോ ബന്ധുക്കൾക്കിടയിൽ വലിയ സംസാരമായിട്ടുണ്ട്. അതൊരു പട്ടി ഷോയായിട്ട് മധുസാറിന് തോന്നാതിരുന്നാ മതി. മറ്റുള്ളവർ എന്തു കരുതിയാൽ എനിക്കെന്ത്? മോളുടെ വിവാഹം നടത്താൻ അവരാരും മധുസാറിനെ സഹായിച്ചില്ലല്ലോ. ചാറ്റ് നിർത്താൻ നീ മോളോട് പറയുന്നുണ്ടോ? നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാ സുജാത. എൻ്റെ സ്വസ്ഥതയാ നീ ഇല്ലാതാക്കിയത്. വരദയുടെ ചിരി കേട്ടു. മധുസാർ അതോർത്ത് ടെൻഷനാവേണ്ട ഒരു കാര്യവുമില്ല. എന്തു പറയണം, എന്തു പറയാൻ പാടില്ല എന്നൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം. നമ്മുടെ മക്കൾ സംസാരിക്കട്ടെ. ഒന്നുമല്ലേലും അവളുടെ ഏട്ടനല്ലേ അവൻ. അവളുടെ ചിരി അയാൾക്ക് അരോചകമായി. അയാൾ കത്തിയെരിഞ്ഞു. വിളിച്ചപ്പോ നാളെ വരുമെന്ന് പറയാനാന്ന് ഞാൻ കരുതി. എത്ര രാത്രികളാ ഉറക്കം വരാതെ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും ഞാൻ കഴിച്ചുകൂട്ടുന്നത്. ഭാര്യ ഒരു അലങ്കാരം മാത്രമാണെന്ന് മധുസാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മറന്നോ? ആണിന് അവകാശിയല്ല വേണ്ടത്, അഭിരമിക്കാൻ പോകുന്നവളെയാണെന്ന്. ശരിയല്ലേ? എന്നിട്ടാ ഇങ്ങോട്ടൊന്ന് വരാൻ മടിക്കുന്നത്. അമർത്തി പിടിച്ചുള്ള അവളുടെ ചിരി കേട്ടു. അയാൾ പല്ലുകൾ ഞെരിച്ചമർത്തി. എപ്പോഴോ സ്വയം മറന്നു പറഞ്ഞുപോയത് അവൾ ഓർത്തു വച്ചിരിക്കുന്നു. നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്? മധുസാറിൻ്റെ സ്വാർത്ഥത അറിഞ്ഞിട്ട് തന്നെ. എൻ്റെ കുട്ടി മധുസാറിൻ്റെ മോനോട് മിണ്ടിപ്പോയാൽ വലിയ കുറ്റമായി. അവൾ വിശ്വസിക്കുന്നത് അവരുടെ അച്ഛൻ ഒരാളെന്നാ. അയാൾ പ്രതികരിച്ചില്ല. പുരുഷൻ എന്നും ഇങ്ങനെ തന്നെയാ. സ്വന്തം പ്രായം മറന്നുകളയുകയും ചെയ്യും. എന്നിട്ട് കണ്ണ് മറ്റു പെണ്ണുങ്ങളുടെ മേനിയഴയിലും. പറഞ്ഞിട്ട് കാര്യമില്ല മധുസാറേ, ഇത് നിങ്ങളുടേത് മാത്രമല്ല, എല്ലാ പുരുഷന്മാരുടെയും പൊതുവികാരമാ. എന്നിട്ട് മാന്യത ചമയുകയും ചെയ്യും. കുടുംബത്തിൻ്റെ വിഷയം വന്നാൽ സദാചാരവാദിയും. എല്ലാം ഒരു കണക്കാ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അയാൾക്കു സഹി കിട്ടു. മധുസാർ എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? വെറുതെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് എന്തിനാ മൂട് കളയുന്നത്? എൻ്റെ ഉടലും മനസ്സും വല്ലാതെ കൊതിക്കുക. അയാൾ കോൾ കട്ട് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അകത്തു കയറി വാതിലടച്ചപ്പോൾ സുജാത മുകളിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടു. മുഖത്തെ കാലുഷ്യം മാറിയിരുന്നില്ല. സോന ഒന്നും വിട്ടുപറഞ്ഞിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ മുറിയിൽ വന്ന് ബെഡിൽ കിടന്നു. ഇന്നലെ വരെ വിനീതദാസിയെപ്പോലെ നിന്ന വരദ ഒച്ചവെച്ച് തുടങ്ങിയത് കുറച്ചു പണം തന്നു സഹായിച്ചതിനു ശേഷമാണ്. എല്ലാം 2 ദിവസത്തിനുള്ളിൽ തീർക്കാമെന്നാണ് കരുതിയത്. 2 ആഴ്ച വരെ കാത്തിരുന്നാൽ 50 ലക്ഷം മറിച്ചു തരാമെന്നാണ് ജോർജ് കുട്ടി ഉറപ്പു തന്നത്. അതുവരെ വരദയെ സഹിച്ചേ തീരൂ. അരമണിക്കൂർ കഴിഞ്ഞാണ് സുജാത റൂമിലേക്ക് വന്നത്. വാതിലടച്ചു കുറ്റിയിട്ട ശേഷം അവൾ ലൈറ്റണച്ചു. ബെഡിൻ്റെ അരികിൽ അവൾ ചരിഞ്ഞു കിടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അരണ്ട വെട്ടത്തിൽ പുറംതിരിഞ്ഞു കിടക്കുന്ന സുജാതയെ അയാൾ കണ്ടു. അവൾക്കടുത്തേക്ക് അയാൾ നീങ്ങി വന്നു. അവളുടെ ബ്ലൗസിന് മുകളിലെ നഗ്നമായ മുതുകിൽ ചുണ്ടുവെച്ച് അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. ചതിയനായ ഏതൊരു പുരുഷനെയും പോലെ സ്നേഹത്തിൽ അവളെ മെരുക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം.
ഛീ വിട്. സുജാത അറപ്പോടെ പിടിയെടുത്തെറിഞ്ഞിട്ട് എഴുന്നേറ്റു മാറി. താൻ എന്തിനാ എന്നോട് കലഹിക്കുന്നേ? അയാൾ ചോദിച്ചു. അവൾ ശബ്ദിക്കാതെ കട്ടിലിൻ്റെ കാൽക്കലിരുന്നു. മറ്റൊരുത്തിയെ വാരിപ്പുണർന്ന കൈകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും ഇനി നിങ്ങളെന്നെ സ്പർശിക്കില്ല. സുജാതയുടെ മനസ്സ് മുരണ്ടു. സുജാതേ, മധുചന്ദ്രൻ വിളിച്ചു. അവൾ അനങ്ങിയില്ല. പിന്നെ ഒരു ശ്രമത്തിന് അയാൾ തുനിഞ്ഞില്ല. കാരണം ഉൾഭീതിയായിരുന്നു അയാളുടെ മനസ്സിലും. അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ദയവായി എല്ലാവരും ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.